ശ്രീ എം ജയചന്ദ്രൻ, ഒരിക്കൽ കൂടി പ്രതിപക്ഷം കാറ്റൂരിയ നിലയിൽ പിൻവാങ്ങുന്നു. ഒരു വിഷയം കൂടി കേരളത്തിനെതിരായി കൊണ്ടുവരികയും അതിൽ നിന്ന് പിൻവാങ്ങേണ്ടതുമായ അവസ്ഥയെത്തുന്നു. ഇത്തരത്തിൽ ഡാറ്റകളും അതിൻ്റെ കണക്കുകളും ഒന്നും പരിശോധിക്കാതെയാണോ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം തയ്യാറാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയമാണ്. എന്താണ് ഭരണപക്ഷത്തിനെതിരായ ഒരു ക്രിയാത്മക പ്രതിപക്ഷം നിലകൊള്ളേണ്ടത്? അത് കേരയിൽ വിഷയത്തിലായാലും സ്പിരിറ്റ് നിർമ്മാണശാലയുടെ വിഷയത്തിലായാലും മറ്റനേകം രാഷ്ട്രീയ വിഷയങ്ങളുടെ തുടർച്ചയായി തന്നെ ഇതിനെയും കാണാം. ഇതൊരു നിസ്സാരപ്പെട്ട സംഭവമായി കാണേണ്ടതല്ല. കാരണം കണക്കുകൾ ലോക്സഭയിലെ അടക്കം വ്യക്തമായി നിൽക്കെ എങ്ങനെയാണ് കേരളത്തിൽ മാത്രം മയക്കുമരുന്നിൻ്റെ ഹബ്ബാണ് എന്ന് ചിത്രീകരിക്കുന്നതിലേക്ക് പോകുന്നത്? അതിൻ്റെ വസ്തുതയാണിന്ന് MP രാജേഷ് എന്ന മന്ത്രി പൊളിച്ചു കാട്ടിയത് നിയമസഭയിൽ. ഒടുവിൽ പ്രതിപക്ഷത്തിന് പിൻവാങ്ങേണ്ടി വരുന്നു. ഈ സാഹചര്യം സംജാതമാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. അതെന്തൊക്കെയാണ് ശ്രീ എം ജയചന്ദ്രൻ? ജിംഷാദ്, ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും ജനാധിപത്യപരമായി ഉണ്ട് എന്നുള്ള എല്ലാവരും അംഗീകരിക്കും. പക്ഷേ ഈ വെറും കക്ഷി രാഷ്ട്രീയ പ്രേരിതമായി മാത്രം വിഷയങ്ങളെ സമീപിക്കുകയും അതുപോലെ തന്നെ ഈ വിഷയാധിഷ്ഠിതമല്ലാതെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം തൊടുത്തുവിടുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെ ദൗർബല്യമാണ് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിലും അതിന്റെ മറുപടിയിലും ഒക്കെ തെളിഞ്ഞു കണ്ടത് നിയമസഭയിൽ. ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ രാസലഹരി, ഇത്തരം കാര്യങ്ങൾ, ഈ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ രാസലഹരിയാണല്ലോ. അത് അതിന്റെ ഉപയോഗം കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഓഡിയബിൾ അല്ല സാർ, ഇടയ്ക്ക് പോയി. ഇന്ത്യയിൽ വരെ കേട്ടുള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കാം. അല്ല, ഇത് അടിയന്തര പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച വിഷ്ണുനാഥ് അല്ല രാഷ്ട്രീയമായി ഈ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചതെന്നും വിഷ്ണുനാഥ് കാര്യമാത്ര പ്രസക്തമായിട്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചതെന്നും MP രാജേഷ് തന്നെ നിയമസഭയിൽ അതിന് മറുപടി പറയുമ്പോൾ പറയുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് കക്ഷി രാഷ്ട്രീയപരമായാണ് കാര്യങ്ങൾ സമീപിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം സ്വാഭാവികമായും പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലാണ് കേരളത്തിലടക്കം ഉള്ളത്. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ജിംഷാദെ, ഈ രാസലഹരി എന്നാൽ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത് തന്നെ ലാബിൽ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് സിന്തറ്റിക് ഡ്രഗ് എന്ന പേര് തന്നെ അതിന് വരുന്നത്. അതിന്റെ ഒരു പ്രൊഡക്ഷൻ സെന്ററും കേരളത്തിലില്ല, എല്ലാവർക്കും അറിയുന്നതാണത്. അതേസമയം മറ്റ് മയക്കുമരുന്നുകൾ നമുക്കിവിടെ അത്തരം രാസലഹരി എത്തുന്നത്. പക്ഷെ അത് തടയാൻ നല്ല മാർഗവും കേരളത്തിലുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അല്ല, കൂടുതൽ കേസെടുക്കുന്നതും ഈ മയക്കുമരുന്നിൽ കഞ്ചാവ് കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന പല പ്രദേശങ്ങളുണ്ടെന്ന് നമുക്കറിയാം. വലിയ തോതിൽ കേസ് വരുന്നുമുണ്ട്. പക്ഷെ ഈ രാസലഹരികൾ ലാബിൽ ഉത്പാദിപ്പിക്കുന്ന മരുന്നുകൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിന് കേരളത്തിൽ പിടിക്കുന്നതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത്. ഇവര് പറയുന്നത്, ഇവരുടെ വിചിത്രമായ വാദവും അതാണ്. പ്രതിപക്ഷത്തിന്റെ വിചിത്രമായ വാദം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു പോലീസ്, അതുകൊണ്ട് ഇവിടെ ഗുരുതരമായ പ്രശ്നമാണ്. അങ്ങനെയല്ല, മന്ത്രി അത് പറയുന്നുണ്ട്, മറുപടിയിൽ കൃത്യമായും പറയുന്നുണ്ട്. ഇവിടെ കൂടുതൽ കേസുകൾ പിടിക്കുന്നുള്ളത് നമ്മളുടെ എൻഫോഴ്സ്മെന്റ് സംവിധാനം കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കൂടുതൽ കേസുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ പൊതുവിൽ 2 പതിറ്റാണ്ട് അല്ലെങ്കിൽ 3 പതിറ്റാണ്ട് ആയിട്ട് നോക്കുമ്പോഴേക്ക് വലിയ തോതിൽ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ താരതമ്യേന കുറവുമാണ്. ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. പക്ഷെ നമ്മളുടെ എൻഫോഴ്സ്മെന്റ് എത്രത്തോളം ശക്തമാണെന്നുള്ള തെളിവാണ് ഈ കേസുകൾ എത്രത്തോളം കൂടുന്നുണ്ട് എന്നുള്ള പ്രശ്നം വരുന്നത്. അതിനെ പരിഗണിക്കാതെ കൂടുതൽ കേസുകൾ വരുന്നു എന്നുള്ളതാണ് കൂടുതൽ മയക്കുമരുന്നിന്റെ ഉപയോഗമായി പ്രതിപക്ഷം കണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒന്നാമത്തെ നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് അവർക്ക് വന്നത്. രണ്ടാമത്, ഈ നമുക്ക് എക്സൈസിന്റെ കാര്യത്തിൽ എക്സൈസിനെ ശാക്തീകരിക്കണം എന്നുള്ളത് ഗവൺമെന്റ് തന്നെ കാണുന്നതായിട്ട് എക്സൈസ് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. നിയമസഭയിൽ തന്റെ മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിലൊരുപാട് പ്രശ്നങ്ങളുമുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോ
ഞാൻ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പറയാനുള്ള ഒരു കാര്യം, കേരളത്തിലെ എക്സൈസ് സ്റ്റാഫിന്റെ എക്സൈസ് സ്ട്രെങ്ത് വളരെ ദുർബലമാണ്. ഏതാണ്ട് 5500 പേരേ ഉള്ളൂ സംസ്ഥാനത്തൊട്ടാകെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ളത്. അത് പോരാ. പോലീസിൽ 60,000 പേരുണ്ട്, അതേസമയം എക്സൈസിൽ ഈ 5500 പേരേ ഉള്ളൂ. അതൊരു 10,000 എങ്കിലും ആവേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അപ്പോഴാണ് മന്ത്രി പറയുന്നത് കൂടുതൽ എൻഫോഴ്സ്മെന്റ് വേണം, അതിന്റെ ശാക്തീകരണം കുറെ കൂടെ വേണം എന്ന് ഗവൺമെന്റ് കാണുന്നുണ്ട്. അത് മിനിസ്റ്റർ പറയുന്നുണ്ട്. പിന്നെ അവരുടെ എക്യുപ്മെന്റ്സ്, മോഡേൺ എക്യുപ്മെന്റ്സ് അത് എൻഫോഴ്സ് ചെയ്യുന്നത് നന്നായിട്ട് എൻഫോഴ്സിങ് വരുത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് കൂടുതൽ കേസുകളിലേക്ക് വരാൻ കഴിയുന്നത്. അത് സ്കൂളുകളിലടക്കം കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും മന്ത്രി ഇവിടെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതല്ല കേരളം ഇതിന്റെ ഒരു ഹബ്ബായി മാറുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ ഈ വൈരുദ്ധ്യം. അവര് കൂടുതൽ കേസുകൾ കൂടുതൽ മയക്കുമരുന്നിന്റെ ആധാരമാണ് എന്നാണ് പറയുന്നത്. അസൽ മന്ത്രി അത് പൊളിച്ചു കാണിച്ചത് അങ്ങനെയല്ല. കൂടുതൽ കേസുകൾ വരുന്നത് നമ്മൾ കൂടുതൽ എൻഫോഴ്സ്മെന്റ് നടപ്പാക്കുന്നു എന്നുള്ള തെളിവായിട്ടാണ് അദ്ദേഹം അതിനെ വ്യക്തമായും നിയമസഭയിൽ വരച്ചു കാണിച്ചതും. അത് മാത്രമല്ല, ലോക്സഭയിലെ കണക്ക് 24,517 അറസ്റ്റുകളാണ് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അതിൽ പഞ്ചാബിലാകട്ടെ, പഞ്ചാബാണ് ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഹബ്ബായി, ഒരു ക്യാപിറ്റലായി നിലനിൽക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ 9,734 കേസുകൾ മാത്രമാണ് അവിടെ രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഏതാണ്ട് 2 ഇരട്ടിയാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതുമാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നതും. അപ്പോൾ ചെറിയ നീക്കങ്ങൾ പോലും കൃത്യമായി അറസ്റ്റുകളിലൂടെ നിയമ നടപടികളിലൂടെ കൊണ്ടുവരുന്നതുകൊണ്ട് അത് സ്വാഭാവികമായും ഡാറ്റയിൽ ഉൾപ്പെടുന്നു. അതിൽ കൃത്യമായ ശിക്ഷ നടപ്പാക്കുന്നു. അങ്ങനെ മയക്കുമരുന്നിനെതിരായ പ്രവർത്തനം കൃത്യമായി കേരളം ചെയ്യുന്നു എന്നത് ഒരു കുറ്റമായി വരുന്നു എന്നുള്ളതാണ് അതിലെ ഒരു വശം. 1. 2, സംഘപരിവാർ മാതൃകയിൽ കേരളത്തിനെതിരായി ഈകെഴുത്തൽ ഉണ്ടാകുന്നു. പക്ഷേ ഈ കുറ്റബോധം ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബോധ്യപ്പെടുത്തുമ്പോഴാണ് പ്രതിപക്ഷം പിൻവാങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അടിയന്തര പ്രമേയം പിൻവലിച്ചു പോയി. ശ്രീ ജയചന്ദ്രൻ. അതെ 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 അല്ല, ആ അടിയന്തര പ്രമേയം കൊണ്ട് വാസ്തവത്തിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? കേരളം രാസലഹരിയുടെ പിടിയിലാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിരുന്നു ശ്രമം. ആ ശ്രമം മന്ത്രി കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ട് തന്നെയാണ് അത് പൊളിക്കുന്നത്. അപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് KV സുമേഷ് പറഞ്ഞ MLA പറഞ്ഞൊരു ശ്രദ്ധേയമായൊരു നിരീക്ഷണം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ മദ്യത്തിന്റെ ഉപഭോഗം ഏറ്റവും ഒടുവിലത്തെ ഡാറ്റ പ്രകാരം ഏതാണ്ട് 18% നിന്ന് 14% കുറയുകയാണ് ചെയ്തത്. അപ്പൊ അത് കൂടുകയല്ല, ഇവിടെ മദ്യവും മയക്കുമരുന്നും ഉപഭോഗം കൂടുന്നു എന്നാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ട് വരുന്നതെങ്കിൽ ആ കണക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് KV സുമേഷ് MLA പറഞ്ഞത്. അങ്ങനെയല്ല, അത് 18 സംതിങ്ങിൽ നിന്ന് 14 കുറയുകയാണ് ചെയ്തത്. അപ്പൊ 4%-ലധികം കുറവ് രേഖപ്പെടുത്തുന്ന സ്ഥിതിയാണ് മദ്യത്തിന് ഉപഭോഗത്തിലുള്ളത് എന്നുള്ളത് ഡാറ്റ വെച്ച് അദ്ദേഹം പറയുന്നു. അതിനുശേഷമാണ് മന്ത്രി മറുപടി പറയുമ്പോഴാണ് പറയുന്നത് ഈ പറയുന്ന കൂടുതൽ കേസുകൾ എന്നുള്ളത് ഇവിടുത്തെ രാസലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ളതിന് മാനദണ്ഡമായിട്ടല്ല കാണേണ്ടത്. മറിച്ച് നമ്മൾ എത്രത്തോളം ശാക്തീകരിക്കുന്നുണ്ട് ഈ രംഗം, ഈ എൻഫോഴ്സ്മെന്റ് എത്രത്തോളം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതിന് തെളിവായിട്ടാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്. അതെങ്ങനെ ഇനിയും ശാക്തീകരിക്കാം എന്നുള്ളതാണ് ഗവൺമെന്റ് മുമ്പിലുള്ള പ്രശ്നം. അത് നാടിന്റെ. പക്ഷേ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, മുമ്പ് UDF സർക്കാരിന്റെ കാലത്ത് ഈ 418 ബാറുകളുടെ വിഷയത്തിൽ ഇവരുടെ ചക്കളത്തി പോരാട്ടത്തിന്റെ ഭാഗമായി നടത്തിയ പ്രക്രിയകൾ, അതിനുശേഷം ഈ കൊറോണ സമയങ്ങളിലൊക്കെ ഈ നിയമപരമായി അനുവദിക്കപ്പെട്ട ലഹരികളുണ്ട്, അതിനെ യഥാർത്ഥത്തിൽ ഒരു വർജന സ്വഭാവത്തിൽ കാണുകയാണ് ഭരണകൂടം ചെയ്യേണ്ടത്. അല്ലാതെ മറ്റൊരു നിരോധന രീതിയിലേക്ക് പോയാൽ സ്വാഭാവികമായി അത് മുതലെടുക്കുക മയക്കുമരുന്ന് മാഫിയകളായിരിക്കും. സ്വാഭാവികമായും മനുഷ്യൻ്റെ ആദ്യമകാലം മുതൽ ലഹരിയിലേക്കുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അപകടരഹിതമായി നിയമം അനുവദിക്കുന്ന ലഹരികൾ യഥേഷ്ടം നൽകുകയും അതിനെതിരായി പ്രചരണം നടത്തുകയും അതിനെ വർജിക്കണം, അതിൻ്റെ ദോഷവശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ നല്ലൊരു രീതി. അല്ലെന്നുണ്ടെങ്കിൽ മദ്യത്തെ പൂർണ്ണമായും ഒഴിവാക്കുക, ഇവിടെ മദ്യം നിർമ്മാണം നിർത്തുക, പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, ഇങ്ങനെയൊക്കെ പോയാൽ അതിൻ്റെ പല വശങ്ങളുണ്ട്. അതൊരു പക്ഷേ
ഉണ്ടാക്കുന്ന ദോഷമെന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് മാഫിയകൾക്ക് ഈ കുട്ടികളിലേക്കും ഒക്കെ പ്രചരിക്കാനുള്ള ഒരു ഇടം തുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വശം കൂടി ഇതിൽ നിന്ന് പൊന്തി വരുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണമായി ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെച്ചതാണ്. തീർച്ചയായിട്ടും അത് അല്ല, LDF-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നിലപാട് തന്നെ പിന്നെ മദ്യനിരോധനമല്ല, മദ്യവർജനം തന്നെയാണ്. മദ്യം നിരോധിച്ചത് കൊണ്ട് രഹസ്യമായി അത് ഉത്പാദിപ്പിക്കാനുള്ള ആ ഒരു മദ്യവർജനം അതാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു സംസ്ഥാനത്തിന്റെ ഉദാഹരണമാണ് ഗുജറാത്ത് മദ്യനിരോധനം, ബീഹാർ മദ്യനിരോധനം നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെയൊക്കെ എന്തുമാത്രം പിന്നെ ഈ മദ്യമാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് കണക്കുകൾ എത്രയോ പുറത്തു വരും. തീർച്ചയായും ശ്രീ ജയചന്ദ്രനാണ് സമഗ്രമായി അതേ സംബന്ധിച്ചുള്ള വിവരങ്ങളും നൽകിയത്.